എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മെയ് മാസത്തിലെ കലണ്ടർ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൽ മെയ് 14 നമ്മുടെ 382/2024 LDയുടെ, അതായത് ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ് ഇൻ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ എക്സാം. എന്നാണ് എക്സാം വരുന്നത്? മെയ് 14. അപ്പോൾ അതിൻ്റെ കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പോൾ, മെയിലെ കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസും കിട്ടുകയുണ്ടായി. ആ സിലബസ് നമ്മൾ നോക്കുവാണ്, പിന്നെ അതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറയുകയാണ്. മെയ് 14 ഈ LD അക്കൗണ്ടൻറ്റും മെയ് 10 നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിംസ് നടക്കുന്നത്. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് വേണ്ടിയിട്ടായാലും ഇതിന് വേണ്ടിയിട്ടായാലും കുറേ കാര്യങ്ങൾ നമുക്ക് സെയിം ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ ഓൾറെഡി ക്ലാസ്സുകൾ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും കിട്ടും. കൂടാതെ നമ്മുടെ +1 +2 BCom MCom ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാട്ടെ. നമുക്ക് ഇതിൻ്റെ സിലബസ് ആദ്യം ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇതിൽ പറയുന്നതെന്ന്. ആദ്യം മൊഡ്യൂൾ 1 അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിൽ നമുക്കറിയാം, സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സ്റ്റാൻഡേർഡ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്, റിയലൈസേഷൻ, പിന്നെ ഫൈനൽ അക്കൗണ്ട്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് പറയുന്നത്. പിന്നെ FM അഥവാ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. അതാണ് പിന്നെ ഞാൻ ചെയ്യാത്തത്. ഇതിലേക്കുള്ള ആഡ് ഓൺ ക്ലാസ്സുകൾ അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉണ്ട്, പിന്നെ മാനേജ്മെൻറ്റ്. എല്ലാത്തിനും മാർക്ക് എത്രയാണെന്ന് നോക്കിയാൽ ഓരോ മൊഡ്യൂളിന് 6 മാർക്ക് വീതമാണ്. അപ്പോൾ എല്ലാത്തിനും ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. പിന്നെ മാനേജീരിയൽ ഇക്കണോമിക്സ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓഡിറ്റിംഗ്. ഇങ്ങനെ 10 മൊഡ്യൂളായിട്ട് 6 മാർക്ക്, 60 മാർക്ക്. ഇതിൻ്റെ MCQ നമ്മൾ ഓൾറെഡി ഏതിനായിരുന്നു, എനിക്ക് തോന്നുന്നു ഓഫീസ് അസിസ്റ്റൻറ്റിനാണെന്ന് തോന്നുന്നു, നമ്മൾ ഓൾറെഡി ഇതേ സിലബസുള്ള MCQ നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിലിടാം. അപ്പോൾ ആ ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ID കിട്ടും. അതിൽ നിങ്ങൾ MCQ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ MCQയുടെ ഡീറ്റെയിൽസ് എത്രയൊക്കെ ഉണ്ട്, ഏതൊക്കെയാണ് MCQയിൽ വരുന്നത് എന്ന കാര്യങ്ങളും പറയാം. അപ്പോൾ 10 മൊഡ്യൂൾ 6 മാർക്ക് വീതം 60 മാർക്കാണ് ഇത്രയും നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കിയേ, 11ാമത്തെ മൊഡ്യൂളിൽ എന്താണ് പറയുന്നത്? അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ്, മാനുവൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ടാലി കണ്ടോ, ടാലി, പീച്ച് ട്രീ, ക്വിക്ക് ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ 12 മൊഡ്യൂൾ 12 ഇൻവെൻറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് സ്റ്റോക്കിൻ്റെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ മൊഡ്യൂൾ 13 GSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇ-വേ ബില്ല്. മൊഡ്യൂൾ 14 ട്രയൽ ബാലൻസ്, അതും ഏതായി റിലേറ്റ് ചെയ്ത് ഈ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നോക്കുന്നത്. മൊഡ്യൂൾ 15 ടാലിയുടെ ഓഡിറ്റായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ TDS അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മൊഡ്യൂൾ 16 എന്താ പറയുന്നത്? സോഫ്റ്റ്വെയർ പാക്കേജസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ക്വിക്ക് ബുക്ക് ആയിക്കോട്ടെ, ഫോറിൻ അക്കൗണ്ടിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പീച്ച് ട്രീ, ക്വിക്ക് ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മൊഡ്യൂൾ 17 പേറോൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ 17 മൊഡ്യൂളായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 10 മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി MCQ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ 11 മുതലുള്ള മൊഡ്യൂളിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ MCQ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തതിൻ്റെ MCQ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.